ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL 2026-ലെ 53-ാം മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിന് മുന്നിൽ 204 റൺസിന്റെ വലിയ വിജയലക്ഷ്യം വെച്ചു. ഇന്ന് മെയ് 10 ഞായറാഴ്ച ചെന്നൈയിലെ ചരിത്രപ്രസിദ്ധമായ എം.എ. ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് ടോസ് നേടി ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ലക്നൌ സൂപ്പർ ജയൻസ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസെടുത്തു. സൂപ്പർ ജയൻസിനായി ജോഷ് ഇംഗ്ലിസ് 33 പന്തിൽ നിന്ന് തകർപ്പൻ 85 റൺസ് നേടി മുന്നിൽ നിന്നു. 10 ഫോറുകളും 6 സിക്സറുകളും അടങ്ങുന്ന ഈ ഇന്നിംഗ്സ് ടീമിന്റെ ടോട്ടലിന് വലിയ ഊർജ്ജം നൽകി. ഇന്നിംഗ്സിന്റെ അവസാന ഓവറുകളിൽ ഷഹബാസ് അഹമ്മദ് 25 പന്തിൽ നിന്ന് പുറത്താകാതെ നേടിയ 43 റൺസും നിർണായകമായി. വിക്കറ്റുകൾ തുടർച്ചയായി നഷ്ടപ്പെട്ടിട്ടും ലക്നൌവിന് മികച്ച സ്കോർ നേടാൻ ഇത് സഹായിച്ചു. റൺസ് ഒഴുകിയ ഈ മത്സരം ഇരു ടീമുകൾക്കും നിർണായകമാണ്. കാരണം നടന്നുകൊണ്ടിരിക്കുന്ന ടൂർണമെന്റിൽ വിലപ്പെട്ട പോയിന്റുകൾക്കായിട്ടാണ് അവർ പോരാടുന്നത്. 10 മത്സരങ്ങളിൽ നിന്ന് വെറും 6 പോയിന്റുമായി നിലവിൽ 10ാം സ്ഥാനത്ത് ഏറെ പിന്നിലുള്ള സൂപ്പർ ജയൻസ് IPL 2026 പോയിന്റ് ടേബിളിൽ മുന്നോട്ട് കയറാൻ ഒരു വിജയത്തിനായി തീവ്രമായി ശ്രമിക്കുകയാണ്. 10 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുമായി 6ാം സ്ഥാനത്തുള്ള സൂപ്പർ കിങ്സ് ആകട്ടെ പ്ലേ ഓഫ് സാധ്യതകൾ ഉറപ്പിക്കാനും ഈ മുന്നേറ്റം നിലനിർത്താനും ലക്ഷ്യമിടുന്നു. ലക്നൌവിന്റെ ഇന്നിംഗ്സ് തുടങ്ങിയത് തന്നെ ഒരു വെടിക്കെട്ട് പോലെയായിരുന്നു. ജോഷ് ഇംഗ്ലിസ് തകർപ്പൻ അടികളുമായി കളം നിറഞ്ഞതോടെ 2026 IPL ലേലത്തിൽ 8.60 കോടി രൂപയ്ക്ക് ലക്നൌ സ്വന്തമാക്കിയ താരമാണ് ഇംഗ്ലിസ്. സീസണിന്റെ തുടക്കത്തിൽ വ്യക്തിപരമായ ചില കാരണങ്ങൾ കാരണം ടീമിനൊപ്പം ചേരാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ താൻ ഒരു വിലപ്പെട്ട കളിക്കാരനാണെന്ന് ഇംഗ്ലിസ് തെളിയിക്കുകയായിരുന്നു. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരുമായി ചേർന്നുള്ള ഇംഗ്ലിസിന്റെ കൂട്ടുകെട്ട് തുടക്കത്തിൽ തന്നെ CSK ബൌളർമാരെ സമ്മർദ്ദത്തിലാക്കി. എങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സ് തോൽക്കാൻ മനസ്സിലായിരുന്നു. മധ്യ ഓവറുകളിൽ ഒരു തകർപ്പൻ തിരിച്ചുവരവാണ് അവർ നടത്തിയത്. ഇംഗ്ലീഷ് ബൌളിംഗ് ഓൾറൗണ്ടറായ ജാമി ഓവർട്ടൺ ആയിരുന്നു അവിടെ ലക്നൌവിന് വില്ലനായത്. തന്റെ സ്പെല്ലിൽ 36 റൺസ് മാത്രം വഴങ്ങി ഓവർട്ടൺ 3 നിർണായക വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. 2026 IPL ലേലത്തിൽ 1.50 കോടി രൂപയ്ക്ക് CSK സ്വന്തമാക്കിയ ജാമി ഓവർട്ടൺ 2025-ൽ IPL അരങ്ങേറ്റം കുറിച്ച ശേഷം ടീമിനായി എന്നും മികച്ച പ്രകടനമാണ് നടത്തുന്നത്. ഓവർട്ടണിന് മികച്ച പിന്തുണയുമായി അൻഷുൽ കാംബോജും എത്തി. 2 വിക്കറ്റുകൾ വീഴ്ത്തിയ അൻഷുൽ ലക്നൌവിന്റെ തകർപ്പൻ തുടക്കത്തിന് ശേഷം അവരുടെ റൺ ഒഴുക്കിന് കടിഞ്ഞാണിട്ടു. മധ്യനിര തകർച്ച നേരിട്ടതോടെ ലക്നൌ ക്യാപ്റ്റൻ ഋഷഭ് പന്തും ക്രീസിലെത്തി ഇന്നിംഗ്സ് പുനർനിർമ്മിക്കാൻ ശ്രമിച്ചു. ലക്നൌ നിരയിലെ മറ്റ് പ്രധാന താരങ്ങളായിരുന്നു നിക്കോളാസ് പൂരനും അക്ഷത് രഘുവൻഷിയും. 21 കോടി രൂപയ്ക്ക് ലക്നൌ നിലനിർത്തിയ പൂരൻ ടീമിന്റെ ബാറ്റിംഗ് നിരയുടെ നട്ടെല്ലാണ്. 2.20 കോടി രൂപയ്ക്ക് ടീമിലെത്തിയ രഘുവൻഷി 2026-ലാണ് IPL അരങ്ങേറ്റം കുറിച്ചത്. ലക്നൌവിന്റെ മറ്റൊരു താരമായ ഹിമ്മദ് സിംഗിനെയും 2026 സീസണിലേക്ക് ടീം നിലനിർത്തിയിട്ടുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് 204 റൺസ് ചേസ് ചെയ്യാനായി ഇറങ്ങിയപ്പോൾ ഓപ്പണർമാരായ സഞ്ജു സാംസണും ഋതുരാജ് ഗെയ്ക്വാദും ക്രീസിലെത്തി. CSKയിലേക്ക് ട്രേഡ് ചെയ്യപ്പെട്ട സഞ്ജു സാംസണും ടീമിന്റെ ക്യാപ്റ്റനായ ഋതുരാജ് ഗെയ്ക്വാദും ഈ വലിയ ചേസിന് ഒരു നല്ല അടിത്തറ ഇടേണ്ട ചുമതലയിലാണ്. ആദ്യ ഓവറുകളിൽ മുഹമ്മദ് ഷമിയും പ്രിൻസ് യാദവും ഉൾപ്പെടുന്ന LSGയുടെ ബൌളിംഗ് നിരക്കെതിരെ CSK ബാറ്റ്സ്മാൻമാർ കരുതലോടെയാണ് കളിച്ചത്. ചെന്നൈയുടെ ബൌളിംഗ് നിരയിൽ 2026-ലെ ലേലത്തിൽ 2 കോടി രൂപയ്ക്ക് CSK സ്വന്തമാക്കിയ വെസ്റ്റ് ഇൻഡീസ് സ്പിന്നർ അഖിൽ ഹുസൈൻ ഒരു നിർണായക സാന്നിധ്യമാണ്. 2026 സീസണിൽ ടീമിലുള്ള മാറ്റ് ഹെൻറി, ഡെവാൾഡോ ബ്രെവിസ് എന്നിവർക്കൊപ്പമാണ് അഖിൽ ഹുസൈനും. IPL 2026 പ്ലേ ഓഫുകളിൽ ഈ മത്സരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നിലവിൽ പോയിന്റ് പട്ടികയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 14 പോയിന്റുമായി 1ാം സ്ഥാനത്താണ്. തൊട്ടുപിന്നിൽ 14 പോയിന്റുമായി ഗുജറാത്ത് ടൈറ്റൻസും 13 പോയിന്റുമായി പഞ്ചാബ് കിങ്സും 12 പോയിന്റുമായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഉണ്ട്. 10 പോയിന്റുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് ആദ്യ 4-ൽ നിന്ന് തൊട്ടുപുറത്താണ്. അതേസമയം പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തുള്ള ലക്നൌ സൂപ്പർ ജയൻസിന് സ്ഥാനം മെച്ചപ്പെടുത്താൻ ഒരു വലിയ തിരിച്ചുവരവ് ആവശ്യമാണ്. ചെപ്പോക്കിൽ നടക്കുന്ന ഈ മത്സരത്തിന്റെ ഫലം ഇരു ടീമുകളുടെയും പോയിന്റ് നിലയിലും പ്ലേ ഓഫ് സാധ്യതകളിലും വലിയ മാറ്റങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട്.